നമസ്കാരം. ഒരാഴ്ച മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ എത്ര ആവേശത്തോടു കൂടിയാണോ അദ്ദേഹത്തെയും UDF-കാരെയും ജയിപ്പിച്ചത്, ആ ആവേശമൊക്കെ അവർക്കിപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 10 ദിവസത്തെ പ്രവർത്തനം വിലയിരുത്തി നോക്കുമ്പോൾ നിരാശയുടെ ഒരുപാട് ഘടകങ്ങളും തള്ളിക്കളയാൻ പറ്റില്ല. എന്നെ ആവേശം കൊള്ളിക്കുന്ന നിരവധി കാര്യങ്ങൾ 10 ദിവസം കൊണ്ട് ചെയ്തു പൂർത്തിയാക്കിയെങ്കിലും എന്നെ നിരാശപ്പെടുത്തുന്ന അത്രയധികം കാര്യങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പിണറായി വിജയൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും കുടപിടിച്ച എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അതാതിടങ്ങളിൽ തുടരുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും അപമാനകരമായിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയോ ഹോം സെക്രട്ടറിയോ DGP-യോ ഇതുവരെ മാറിയിട്ടില്ല. അവർ സർക്കാരിനെ പരമാവധി വഴിതെറ്റിക്കുന്നു. ഈ സർക്കാർ ഉണ്ടാവാൻ മുഖ്യ കാരണക്കാർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന 2 IAS ഉദ്യോഗസ്ഥർ പ്രശാന്തും അശോകും ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. ഇത്രയും ദിവസമായിട്ടും അവരുടെ അച്ചടക്ക നടപടി പിൻവലിക്കാനുള്ള ശേഷിയോ നട്ടല്ലോ ഈ സർക്കാരിനില്ല എന്നത് ഖേദകരമാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഇന്നലെ തലസ്ഥാനം ചോരക്കളമാക്കിയ തേർവാഴ്ച. അതേസമയം രക്ഷാപ്രവർത്തനം എന്ന് പിണറായി വിജയൻ പേരിട്ട് വിളിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്താണ് യഥാർത്ഥ രക്ഷാപ്രവർത്തനം എന്ന് കാട്ടിക്കൊടുക്കാനുള്ള നീക്കം അത് അഭിനന്ദനീയമാണ്. ആശാവർക്കർമാർക്കും അങ്കണവാടി ടീച്ചർമാർക്കും ആയമാർക്കുമൊക്കെ ശമ്പളം കൊടുക്കാനുള്ള തീരുമാനവും ശ്ലാഘനീയമാണ്. എന്നാൽ ഇതിനോടകം ചെയ്തു തീർക്കേണ്ട അനേകം കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും ഈ സർക്കാർ കൊടുക്കുന്നില്ല എന്നത് നിരാശാജനകമായ സംഗതിയാണ്. കേരള ജനത ഒരുപോലെ കരഞ്ഞ ഒരു മരണമായിരുന്നു കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന നവീൻ ബാബുവിൻ്റേത്. സത്യസന്ധരിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ, ആരോടും വഴക്കിന് പോവാതെ മല്ലടിക്കാതെ തനിക്ക് ചെയ്യേണ്ട ജോലി മാത്രം ചെയ്തു പോകുന്നൊരു ഉദ്യോഗസ്ഥൻ. ഇടത് യൂണിയൻ അംഗമായിരുന്നു അദ്ദേഹം എന്നോർക്കണം. എന്നിട്ടും PP ദിവ്യ എന്ന അഹങ്കാരിയായ ഒരു CPM വനിതാ നേതാവ് അയാളെ കൊലയ്ക്ക് കൊടുത്തു. യാത്രയയപ്പ് എന്ന പേരിൽ അയാൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും ഒരു ചടങ്ങ് ജില്ലാ കളക്ടർ നിശ്ചയിച്ചതുപോലും ഇവർക്ക് അവിടെ എത്തി അപമാനിക്കാനായിരുന്നു. അങ്ങനെ ഒടുവിൽ CPM-ന്റെ നെറികേടിന് മുൻപിൽ കീഴടങ്ങി നവീൻ ബാബു സ്വയം മരണം തെരഞ്ഞെടുത്തു. ഇനി വലിയ മാഫിയകൾക്കെതിരെ പ്രവർത്തിച്ച നവീൻ ബാബുവിനെ വിദഗ്ധമായി കൊലപ്പെടുത്തിയതാണോ എന്ന് പോലും അറിഞ്ഞുകൂടാ. ആ നവീൻ ബാബുവിന് നീതി കിട്ടാൻ വേണ്ടി അന്നു മുതൽ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ, സർക്കാർ സർവീസിൽ തന്നെ ജോലിയുള്ളയാളാണ്, പോരാടുകയാണ്. പക്ഷെ പിണറായി സർക്കാരും പിണറായി പോലീസും അവർക്ക് മുമ്പിൽ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടു കൊടുത്ത കേസിൽ പോലും സർക്കാരിന് കടുംപിടുത്തം മൂലം നടന്നില്ല. ഒടുവിൽ എത്രയും വേഗം സർക്കാർ അധികാരം ഒഴിയുന്നതിന് മുൻപ് PP ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുറ്റപത്രം തട്ടിക്കൂട്ടിയുണ്ടാക്കി കൊടുത്തു. കേസ് അന്വേഷണത്തിന് ചുമതല കൊടുത്തതുപോലും ശ്രീജിത്ത് കൊടേരി എന്ന് പറയുന്ന അറിയപ്പെടുന്ന CPM-കാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം സ്വീകരിക്കരുതേ, അതിൽ വീഴ്ചകളുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജുഷ വിചാരണ കോടതിയിൽ ഹർജി കൊടുക്കുന്നു. വിചാരണ കോടതി അതിൽ 4 കാര്യങ്ങൾ ശരിവെക്കുന്നു. ഏറ്റവും സുപ്രധാനമായ പല കാര്യങ്ങളും കോടതി പോലും പരിഗണിച്ചില്ല. പരിയാരം മെഡിക്കൽ കോളേജിലെ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് എന്ന പേരുള്ള ആളായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ കള്ളപ്പരാതിയുടെ തുടക്കക്കാരൻ. ഈ പ്രശാന്തിന്റെ നടപടിക്രമങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്. പ്രശാന്ത് ദിവ്യയുടെ ബിനാമിയാണോ എന്ന് അന്വേഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതി പോലും പരിഗണിച്ചില്ല. അത്തരം ഒരുപാട് വിഷയങ്ങൾ ഇതിനു ചുറ്റിനുമുണ്ട്. എന്നിട്ടും 4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. ദിവ്യയുടെ ഫോൺ എന്ന പേരിൽ ദിവ്യയുടെ ഭർത്താവിന്റെ ഫോണാണ് പരിശോധിച്ചത്. നിരന്തരം ദിവ്യ ഉപയോഗിക്കുന്ന ഫോൺ പരിശോധിച്ചില്ല. ആ ഫോണിലൂടെ അരുൺ വിജയനുമായി സംസാരിച്ചു എന്നത് തന്നെ നിർണായകമായ തെളിവാണ്. ആ ഫോൺ പരിശോധിച്ചില്ല, പരിശോധിക്കാൻ കോടതി പറഞ്ഞു. പ്രശാന്ത് എന്ന പരാതിക്കാരന്റെ ഫോൺ കൂടി പരിശോധിക്കണമെന്ന് പറയുന്നു. അതും കോടതി അംഗീകരിച്ചു. പ്രശാന്തും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്ന സംഭവം കൂടുതൽ അന്വേഷിക്കണം, CCTV-യുടെ ഒറിജിനൽ കണ്ടെത്തണമെന്ന് പറഞ്ഞു. കോടതി അനുവദിച്ചു. പ്രശാന്ത് ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയോടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇതൊന്നും പരിശോധിക്കാതെ PP ദിവ്യയെ വെള്ളപൂശി രക്ഷിക്കാനായിരുന്നു ആ കുറ്റപത്രം. കോടതി ഇതൊക്കെ അനുവദിച്ചു. മാർച്ച് 16-ാം തീയതി കോടതി പറഞ്ഞത് മെയ് മാസം 30-ന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. മെയ് 30 എന്ന് പറയുന്നത് മറ്റന്നാളാണ്. പിണറായി പോലീസ് ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആ റിപ്പോർട്ട് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ഇനി മറ്റൊരു അന്വേഷണത്തിന് സ്കോപ്പില്ല. ആ റിപ്പോർട്ട് ദിവ്യയെ രക്ഷിക്കാനായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. കാരണം ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ പിണറായിയുടെ പോലീസ് ചുമതലപ്പെടുത്തിയത് പിണറായിക്ക് വിശ്വസ്തനായ, CPM-ന് വിശ്വസ്തനായ, ദിവ്യയ്ക്ക് വിശ്വസ്തനായ ഉദ്യോഗസ്ഥരെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. ആ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രി മേടിച്ചെടുക്കണം. 30-ാം തീയതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാതെ
കോടതിയോട് അല്പം കൂടി സമയം ചോദിക്കണം. ഭരണമാറ്റമുണ്ടായ സാഹചര്യത്തിൽ കോടതി അത് അനുവദിക്കാതിരിക്കില്ല. എന്നിട്ട് മഞ്ജുഷയുടെ കേസ് അന്വേഷിക്കാൻ പുതിയൊരു സംഘത്തെ നിയോഗിക്കണം. രക്ഷാപ്രവർത്തക സംഘത്തെ നിയോഗിച്ചതുപോലെ ഷൗക്കത്ത് അലിയെ തന്നെ ആ പണി ഏൽപ്പിച്ചാലും തെറ്റില്ല. അങ്ങനെ നവീൻ ബാബുവിന് നീതി മേടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ സർക്കാർ ഏറ്റെടുക്കണം. എന്നാൽ സർക്കാർ ഇത് അറിഞ്ഞോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത്തരത്തിൽ ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ വിളിച്ചു ചോദിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ അപ്പോയിൻമെന്റിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അപ്പോയിൻമെന്റ് വേണമെന്ന് പറഞ്ഞത് റാന്നി MLA പഴകുളം മധുവിനോടാണ്. റാന്നി MLA ഇതുവരെ അപ്പോയിൻമെന്റ് എടുത്തു കൊടുത്തില്ല. ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു അപ്പോയിൻമെന്റിന് അന്വേഷണം നടന്നതായി അവർ അറിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഈ 30-ാം തീയതിക്ക് മുമ്പ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അടിയന്തരമായി ആഭ്യന്തരമന്ത്രി ഇടപെടണം. ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാൻ പാടില്ല. ആ റിപ്പോർട്ട് കൊടുക്കുന്നത് തടയണം. ആ റിപ്പോർട്ട് ഇതിനോടകം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ CPM-ന്റെ സ്വന്തമായതുകൊണ്ട് തന്നെ പകരം മറ്റൊരു വക്കീലിനെ ചുമതലപ്പെടുത്തണം. മുതിർന്ന വക്കീലിനെ ഇറക്കിയാൽ പോലും കുഴപ്പമില്ല. ഏത് കേസിലും സർക്കാരിന് മറ്റൊരു വക്കീലിനെ ഇറക്കാൻ പ്രൊവിഷൻ ഉണ്ടെന്ന് മറക്കരുത്. PP സർക്കാരിനെതിരെ നിലപാടെടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ തൽക്കാലം ഒരു വക്കീലിനെ വെക്കേണ്ട ബാധ്യത സർക്കാർ ഏറ്റെടുക്കണം. അതിന് സാമ്പത്തികം ഒരു തടസ്സമാണെങ്കിൽ മറുനാടൻ പ്രേക്ഷകർ തന്നെ നൽകും എന്ന് മറക്കരുത്. അടിയന്തരമായി ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ മഞ്ജുഷയ്ക്ക് നീതി നിഷേധിക്കപ്പെടും. മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കണം എന്നത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയത്തിൽ ഇടപെട്ട് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പം നിൽക്കണം. CPM-ന്റെ കെണിയിൽ വീണുപോകരുതേ. ഇത്തരം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സർക്കാർ പുലർത്തുന്ന അലംഭാവം ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ തിരിച്ചടിയും ദുരന്തവുമായിരിക്കും.